GHFന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഗാർഡൻ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഇന്നത്തെ ഒരു ഗാർഡൻ വീഡിയോ എന്ന് പറഞ്ഞു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ പരിചയപ്പെടാൻ പോകുന്നത് നഴ്സറികളിൽ നിന്നൊക്കെ ഇപ്പം പല റേറ്റിൽ ഇപ്പോൾ വില കുറച്ചിട്ടായാലും ശരി, നല്ല കൂടുതലായാലും ശരി, ഹൈബ്രിഡ് ആയിട്ടുള്ളതും നാടനായിട്ടുള്ളതുമായ ധാരാളം ചെമ്പരത്തി ഇനങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്. അപ്പം നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവരുന്ന ഒരു ചെമ്പരത്തി ഒന്നുപോലും തന്നെ നഷ്ടപ്പെടാതെ എങ്ങനെ അടിപൊളിയായിട്ട് നമുക്ക് പോട്ട് ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ 2 ഷെയ്ഡിലുള്ള ചെമ്പരത്തിയാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ കാണുന്ന ഇതുപോലുള്ളൊരു ഷെയ്ഡും അതേ പിങ്കിൻ്റെ ഒരു ഷെയ്ഡ് പോലത്തേതും അതേപോലെ തന്നെ ഒരു ഓറഞ്ചിൻ്റെ ഷെയ്ഡും ഉള്ളത് സിംഗിൾ പെറ്റലാണ് കേട്ടോ. കണ്ടില്ലേ, രണ്ടും സിംഗിൾ പെറ്റലാണ്. അപ്പോൾ ഇത് എങ്ങനെ നല്ല രീതിയിൽ നമുക്ക് പോട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടന്നാലോ. അപ്പോൾ നമ്മൾ ചെടി നടാൻ ആവശ്യമായ സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ എന്ന് പറയുന്നത് ഇത് കരിയിലയാണ് കേട്ടോ, പൊടിഞ്ഞിട്ടുള്ള കരിയിലയാണ്. രണ്ടാമത് എടുത്തിരിക്കുന്നത് ഇത് ഗാർഡൻ സോയിൽ, അതായത് നമ്മുടെ സാധാരണ നമുക്ക് ലഭ്യമാകുന്ന ഗാർഡൻ സോയിലും അതിലേക്ക് ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. 2:1 എന്നുള്ള അനുപാതത്തിലാണ് മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ നമ്മളൊരല്പം കുമ്മായം കൂടി ഇട്ടിട്ടുണ്ട്. കുമ്മായം ഇട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം 15 ദിവസത്തിന് മുകളിലായിട്ട് ഇത് നമ്മൾ ചാക്കിൽ കെട്ടി വെച്ചിരുന്നതാണ് കേട്ടോ. 15 അല്ല 20 ദിവസത്തോളം ആയിട്ടുള്ളതാണ്. അപ്പോൾ അത്രയും ദിവസം ചാക്കിൽ കെട്ടി വെച്ച് ട്രീറ്റ് ചെയ്തിട്ടുള്ള മണ്ണാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ചെടി നടാനുള്ള പരിപാടി നോക്കാം. 2 പോട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി യൂസ് ചെയ്തിട്ടുള്ള പോട്ട് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ചെമ്പരത്തി നടുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞത് ഒരു കാരണവശാലും വെള്ളം കെട്ടിക്കിടക്കാൻ ഇടവരുത്തരുത് ചെടിച്ചോട്ടിൽ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡ്രെയിനേജ് ഹോളുകളൊക്കെ അടിപൊളിയാണെന്നും നല്ല വലിപ്പത്തിലുള്ളതാണെന്നും വെള്ളം കെട്ടിക്കിടക്കത്തില്ല എന്നും ഉറപ്പുവരുത്തുന്നത് അത്യാവശ്യമായ കാര്യമാണ്. അപ്പോൾ 2 നമ്മുടെ ചെടിച്ചട്ടികളും ഡ്രെയിനേജ് ഹോളുകളൊക്കെ പക്കയായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇനി ബാക്കി ചെടി നടാനുള്ള പരിപാടി നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ പൊടിഞ്ഞിട്ടുള്ള കരിയില ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പൊടിയാത്ത കരിയിലയാണെങ്കിലും കുഴപ്പമില്ല, ഏതാണെങ്കിലും ഏറ്റവും അടിയിലത്തേത് എപ്പോഴും ഇളക്കമുള്ളതാകാനും വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാനും നമ്മൾ ഈ കരിയില യൂസ് ചെയ്യുന്ന ഏറ്റവും എളുപ്പമുള്ള അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു മാർഗ്ഗമാണ്. അതുകൊണ്ടാണ് ഈ കരിയില യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കരിയില ഇതുപോലെ പൊടിഞ്ഞു കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ തൂത്തുവാരിയതിന് ശേഷം അതൊരു ചാക്കി കെട്ടി വെച്ചിട്ട് ഇടയ്ക്കൊന്ന് വെള്ളം നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ ഇത് ഇതുപോലെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ഇല്ല ഫുള്ളായിട്ടുള്ളതും യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ പൊടിഞ്ഞ കരിയില കുറച്ച് ഒരു ലെയർ നമുക്ക് ഈ ചെടിച്ചട്ടികളിലേക്ക് നിറയ്ക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ 2 പോട്ടും കരിയിലിട്ട് നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നിറച്ചല്ല, ഒരു ലെയർ അടുക്കിയിട്ടുണ്ട്. ഓവറായിട്ടൊന്നും വേണ്ട, അത്യാവശ്യം അടിയിൽ നല്ല രീതിയിൽ കട്ടിക്ക് കിടക്കുന്ന രീതിയിലൊന്ന് ചെയ്തെടുത്തു. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഇത്രയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതങ്ങ് നമുക്ക് ആദ്യം മാറ്റിയേക്കാം. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നല്ല രീതിയിലൊന്ന് കുത്തി ഒന്ന് അതിൻ്റെ അകത്ത് തിക്കി കൊള്ളിച്ചിട്ടെത്തിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ മണ്ണും കൂടി വന്ന് വെള്ളം കൂടി കയറുമ്പോഴത്തേക്ക് ഇത് വീണ്ടും കുറച്ചുകൂടി താഴും. അപ്പം ഒത്തിരി ചെടിച്ചോടിനോടായി അല്ലെങ്കിൽ ചെടിച്ചട്ടിയോട് അടുത്ത് ഏറ്റവും ഒരു തിന്നായിട്ടുള്ള ലെയർ ആകരുത്, എന്നാൽ ഓവർ ഹൈറ്റിൽ നിറയ്ക്കുകയും ചെയ്ത് ഒരു പകുതിയോളം ഒന്നും നിറയ്ക്കരുത്. ഒരു ഭാഗത്തോളം ഇതേപോലെയുള്ള പൊടി ആയതുകൊണ്ടാണ് ഭാഗത്തോളം നല്ല രീതിയിൽ നമ്മൾ ഇടിച്ച് കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതേപോലെ നേഴ്സറി കവറിൽ നിന്നും ചെടി പുറത്തേക്ക് എടുക്കുക എന്നുള്ളതാണ്. നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി. നമ്മൾ ഈ കവറ് കളയാതിരിക്കാൻ വേണ്ടിയാണ് ഈ രീതിയിലെടുത്ത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇതേപോലെ ചെടിയുടെ ചുവടൊന്നും പോകാത്ത രീതി നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഊരിയെടുക്കാം കേട്ടോ. നല്ല രീതിയിലൊന്ന് നനച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ സൈഡ് ഫുള്ളൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മണ്ണങ്ങ് അമങ്ങും. അതിനുശേഷം ഇതേപോലെ തന്നെ ചോട്ടിൽ നിന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ചോട് ശ്രദ്ധിച്ചോ, ഇത് ചുവന്ന മണ്ണാണ് നഴ്സറിയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ നല്ലപോലെ പശിമയുള്ളതും നല്ലപോലെ കുഴഞ്ഞുമാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ മണ്ണിനെ നമ്മൾ ചോട്ടിൽ നിന്ന് കുറേ പൊട്ടിച്ച് കളയണം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെടിയുടെ ചോട്ടിൽ കപ്പുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കണം. കാരണം ഇതിൻ്റെ തൈകൾ കിളിപ്പിച്ചെടുക്കാൻ വേണ്ടി ചെറിയ ഓർക്കിഡൊക്കെ ചെയ്യുന്ന പോലത്തുള്ള ചെറിയ പോട്ടുണ്ടായിരിക്കും ഇതിൻ്റെ അകത്ത്. അപ്പോൾ അതിൽ കമ്പ് വെച്ച് നമ്മുടെ ചകിരിച്ചോറോ എന്തെങ്കിലും ഇട്ട് ഏതെങ്കിലും ഒരു പോട്ടി മിക്സർ ഉപയോഗിച്ചിട്ട് അത് നല്ല രീതിയിൽ ടൈറ്റായിട്ട് പാക്ക് ചെയ്തിട്ടാണ് ഇത് കിളിപ്പിച്ചെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ചോട്ടിൽ ചിലപ്പോൾ ഒരു കപ്പും കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ മണ്ണ് പൊട്ടിക്കുന്നുണ്ട്. പൊട്ടിച്ചതിന് ശേഷം ഇതിൻ്റെ അകത്ത് കപ്പുണ്ടോ നോക്കുന്നു. കപ്പുണ്ടെങ്കിൽ ആ കപ്പുകൂടി ഊരിക്കളയണം, എന്നിട്ട് മാത്രമേ നമുക്ക് പോട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് മണ്ണ് ചോട്ടിൽ നിന്ന് കുറച്ച് പൊട്ടിച്ചോളാം.
ഇതേ രീതിയിൽ നമ്മൾ ചോട്ടിൽ നിന്ന് കുറച്ച് പൊട്ടിച്ചു. അതേപോലെ തന്നെ ചൂട് ഭാഗത്ത് കപ്പുണ്ടോ എന്ന് കൂട്ടി നമ്മൾ ശ്രദ്ധിക്കണം. കപ്പെടുത്തില്ല എങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വേര് നല്ലപോലെ തായ് വേര് ഇറങ്ങത്തില്ല. അത് പകരം ഈ സൈഡിൽ നിന്നുള്ള വേരുകൾ മാത്രമായിരിക്കും ഇറങ്ങുന്നത്. ആ സമയത്തുള്ള കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ചെടിച്ചോട്ടിൽ വെള്ളം കൂടി കെട്ടിക്കിടക്കുകയാണെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ നമ്മുടെ പോട്ടിംഗ് മിക്സറും കുഴയുകയോ വെള്ളം പോകാതിരിക്കുകയോ അല്ലെങ്കിൽ ചെടിച്ചോട്ടി വെള്ളം കിടക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്പ്രെഡ് ചെയ്തേക്കുന്ന വേരിനാണ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതപ്പം തന്നെ അത് പന്നലായി പോകും. ഇതുണ്ടല്ലേ, ഇതിൻ്റെ അടിയിൽ കപ്പുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി മണ്ണ് പൊട്ടിച്ച് ആ കപ്പാണെങ്കിൽ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ തന്നെ നമ്മൾ വേരുകളൊന്നും തന്നെ പൊട്ടിപ്പോകാത്ത രീതിയിൽ ആ മണ്ണ് എടുത്തു. അതിനുശേഷം ഇതേപോലെ ആ കപ്പ് ഉണ്ടോ, ആ കപ്പ് നമ്മളൊന്ന് പൊട്ടിച്ചിട്ട് അത് കളയും. ഒരു കാരണവശാലും ഈ സമയത്ത് ചെടിയുടെ വേരുകളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്ക് ആ കപ്പൂടി ഒന്ന് റിമൂവ് ചെയ്തിട്ട് വരാം. അപ്പോൾ തന്നെ ഇതുണ്ടോ, ഇതാണ് ആ ചെടിച്ചോട്ടി വരുന്ന കപ്പെന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ അകത്താണ് കമ്പ് വെട്ടിയും വെച്ച് അവർ വെച്ച് കിളിപ്പിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ അറിയാതാണ്, അത് കഴിഞ്ഞിട്ടുള്ള പല സ്റ്റേജുകൾ കടന്നിട്ടാണ് നമ്മുടെ കയ്യിലെത്തുന്നത്. ആ സമയത്ത് ഈ കപ്പ് അതുപോലെ തന്നെ നമ്മുടെ ചെടിക്കകത്തുണ്ടാകും. ഇത് വെച്ചുകൊണ്ട് തന്നെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത സമയത്ത് ചെടിയുടെ പുതിയ വേര് വരാനുള്ള കപ്പാസിറ്റി, ടെൻഡൻസി, ചെടിയുടെ ഗ്രോത്ത്, ഇതിനെയെല്ലാം തന്നെ ഇത് ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾ വലുതായ രീതിയിൽ അല്ലെങ്കിൽ വേരുകളൊന്നും പൊട്ടിപ്പോകാതെ അല്ലെങ്കിൽ വേരിലെ തൊലിയൊന്നും പോകാത്ത രീതിയിൽ നമ്മൾ ഇത് കപ്പ് റിമൂവ് ചെയ്യാന്ന് പറയുന്നതാണ്. നല്ല ഷാർപ്പായിട്ടുള്ള ഒരു കത്രിക വെച്ചിട്ട് നമുക്ക് ഇതേ പോലെ തന്നെ രണ്ട് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് വിട്ടും വെച്ച് നമുക്കിത് ഉപയോഗിക്കാം. അപ്പം ആ സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കപ്പിനകത്തൊരു പോട്ടിംഗ് മിക്സർ ഉണ്ട്, കണ്ടില്ലേ, ഒരു മണ്ണുണ്ട്. ആ മണ്ണ് ഇളകി ചെടി അല്ലെ അതിനെ ഒത്തിരി വൃത്തികെട്ട രീതിയിൽ ഇളകാതെ നമ്മൾ അതിനെ ഒന്ന് സേഫായിട്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെടിക്ക് യാതൊരുവിധ പ്രശ്നവുമില്ല. അപ്പം ശ്രദ്ധിക്കേണ്ട കാര്യം, കപ്പിനകത്തെ പോട്ടിംഗ് മിക്സർ നല്ല രീതിയിൽ വൃത്തിയായിട്ടിരിക്കണം. അതേപോലെ തന്നെ വേരിൻ്റെ തൊലിയൊന്നും പോകാത്ത രീതിയിൽ നമ്മൾ വേരെല്ലാം കിട്ടുന്ന രീതിയിൽ, മാക്സിമം കിട്ടുന്ന രീതിയിൽ തന്നെ നമ്മൾ അതിനെ ഒന്ന് ആ കപ്പൊന്ന് പൊട്ടിച്ചെടുക്കുക എന്ന് പറയുന്നതാണ്. അപ്പോൾ നമ്മളങ്ങനെ ആ കപ്പും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെടി നടാം. ഇത് വളരെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെടിക്കോ വേരിനോ യാതൊരു ക്ഷതവും സംഭവിക്കാതെ നമുക്കിത് മുറിച്ച് മാറ്റാവുന്നതാണ്. ഇച്ചിരി ക്ഷമ കാണിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ല ഒരു കുഴപ്പമില്ല, ചെടിക്ക് ഒരു ദോഷവും വരികയില്ല. അപ്പോൾ നമ്മൾ ചെടി ഇത് പോട്ടിലേക്ക് ഫിക്സ് ചെയ്യാനുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മൾ ചെടി റെഡിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ഈ ചെടി വെക്കുന്നതിൻ്റെ ആഴം അനുസരിച്ച് വേണം മണ്ണിടാൻ, അതിൻ്റെ നോക്കി വേണം. അപ്പോൾ നമ്മൾ കരിയിലിട്ടു. കരിയിലയുടെ മേളിൽ ഒരു ലെയറായിട്ട് നമ്മൾ ഒരല്പം നമ്മുടെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പോട്ടിംഗ് മിക്സർ ഇടുന്നുണ്ട്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചെടിച്ചട്ടിയിൽ നമ്മുടെ ചെമ്പരത്തി വളർത്തുമ്പോൾ ചെടി ചട്ടിക്കകത്ത് ഇച്ചിരി താന്നിരിക്കണം. അതിൻ്റെ ചുവട് ഒരല്പം താന്നിരുന്നാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്കത് വളർത്തിയെടുക്കാൻ പറ്റുള്ളൂ. ഓവർ ചെടിയുടെ ചുവട് മറ്റേ ചെടിച്ചട്ടിക്ക് ഒത്തിരി മുകളിലായിട്ട് കിളന്നിരിക്കില്ല. അപ്പോൾ ഒരു പകുതിക്ക് വേര് നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഇതിനെ പോട്ട് ചെയ്യാൻ കൂടി ശ്രദ്ധിക്കണം. എന്നിട്ട് ബാക്കി മണ്ണും കാര്യങ്ങളെല്ലാം ഇട്ട് സൈഡ് ഫില്ല് ചെയ്ത് വരുമ്പോൾ ഒരു മുക്കാൽ ഭാഗത്ത് ചെടി നിൽക്കണം. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ചെയ്യണം കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ചെടി ഇപ്പം ഹൈറ്റും കാര്യങ്ങളെല്ലാം നോക്കി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ സൈഡ് ഫുള്ള് നമ്മൾ ഇതുപോലെ തയ്യാറാക്കിയിരിക്കുന്ന പോട്ടിംഗ് മിക്സർ ഇട്ട് നമ്മൾ ഫില്ല് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ചെടി അങ്ങനെ അടിപൊളിയായിട്ട് നട്ടിട്ടുണ്ട്. അതേപോലെ ഇപ്പം ശ്രദ്ധിക്കേണ്ടത്, ചെടി നട്ടതിന് ശേഷം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഇപ്പം നനവ് കൊടുത്ത് ചെടിയെ ഒരു തണലുള്ള പ്രദേശത്ത് അല്ലെങ്കിൽ ഷെയ്ഡിലേക്ക് വെക്കുക എന്നുള്ളതാണ്. ഷെയ്ഡി വെക്കുന്ന സമയത്തും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും കാറ്റ് പിടിക്കാത്ത രീതിയിൽ ചെടി വെക്കണം. കാറ്റ് പിടിച്ച് ചെടി ഒലയാൻ പാടില്ല. 7 ദിവസത്തോളം നമ്മളിതിനെ ഷെയ്ഡി വെച്ച് നല്ല രീതിയിൽ ചെടി ഒന്ന് വളർന്ന് നമ്മുടെ അറ്റ്മോസ്ഫിയറുമായിട്ടൊന്ന് സെറ്റായതിനു ശേഷം മാത്രം നമ്മൾ ചെടിയാണെങ്കിൽ എവിടെയാണോ വെക്കേണ്ടത് ആ ഷെയ്ഡിലേക്ക് അല്ലെങ്കിൽ ആ സ്ഥലത്തേക്ക് പതുക്കെ മാറ്റുന്നതാണ് ഏറ്റവും നല്ലത്. ആ സമയത്ത് മാറ്റുന്ന സമയത്ത് നല്ല രീതിയിൽ വെള്ളം കൊടുത്ത് ചെടി ആ സ്ഥലവുമായി ഒന്ന് പൊരുത്തപ്പെട്ടതിന് ശേഷം മാത്രം നമുക്ക് എങ്ങനെയാണോ വളർത്തേണ്ടത് നമ്മുടെ ഇഷ്ടത്തിന് ആ രീതിയിലേക്ക് മാറ്റാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ചെടി നഴ്സറി അല്ലെങ്കിൽ നമ്മൾ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നതിന് ശേഷം റിപ്പോർട്ട് ചെയ്യാനുള്ള മെത്തേഡും കാര്യങ്ങളും എന്ന് പറയുന്നത്. ഇതിൽ കൂടുതൽ വലിയ കഷ്ടപ്പാടും വലിയ പണിയൊന്നുമില്ല. ഏതൊരാൾക്കും ഹൈബ്രിഡ് ചെമ്പരത്തികൾ നമ്മുടെ വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഇതിൻ്റെ പരിപാലനവും അതേപോലെ തന്നെ വളപ്രയോഗത്തെക്കുറിച്ചും കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പം അടുത്ത തവണ നിങ്ങൾ ചെടി വാങ്ങിച്ചു കഴിയുമ്പോൾ ഇതേ രീതിയിലൊന്ന് നട്ടു നോക്കുക. എങ്ങനെയുണ്ടെന്ന റിസൾട്ട് കൂടി ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഇത്തരം കാർഷിക സ്വന്തമായ ഗാർഡൻ സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കണോടി പ്രസ് ചെയ്യുക. താങ്ക്